ഈ സമയത്ത് ഇതൊക്കെ തിന്നാൻ തോന്നും. ജ്യോതിമോള് എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് നടത്തി കൊടുക്കേണ്ടത് മരുമക്കളായ നിങ്ങളുടെയൊക്കെ ചുമതലയാ. ഓക്കേ? ചക്ക പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. വേണമെങ്കിൽ കൊണ്ടുവരാൻ ഡിക്കയോട് പറയാം. എന്നാ പിന്നെ ചക്ക പോയിട്ട് ചക്കക്കുരു പോലും എനിക്ക് കിട്ടത്തില്ല. അല്ല, മാങ്ങ നിങ്ങളെടുത്ത് കഴിച്ചോ? അമ്മ റെസ്റ്റ് എടുക്കണം. ഭയങ്കര ക്ഷീണം. പോയിട്ട് അയ്യോ, പിന്നെ ഊണിനെ നല്ലൊരു മാങ്ങാ ചമ്മന്തി കൂടെ ഉണ്ടാക്കി തരണേ പ്ലീസ്. അപ്പോഴേ എല്ലാം പറഞ്ഞ പോലെ മുട്ടു വിളമ്പ് വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചാ മതി. ഞങ്ങൾ വരാം. ഓക്കേ? കമോൺ ബേട്ടി, കമോൺ. പതുക്കെ പതുക്കെ. ഇതവൾക്ക് മാങ്ങ വേണ്ടിയിട്ടൊന്നുമല്ല, ചുമ്മാ നമ്മളെ വട്ടം കറക്കാനുള്ള പണിയായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു മാങ്ങാ ചമ്മന്തി പ്ലീസ്. എന്തൊരു നീട്ടിലാണോ താരേച്ചി, പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ പലതും തോന്നും. ആണോ? എന്നാ പിന്നെ നീ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്ക്. പിന്നെ അവള് വിളിക്കാൻ പോകുന്ന വഴിക്ക് ഞങ്ങളെയും കൂടി ഒന്ന് വിളിച്ചേക്കണേ. വാതാരെ. ബൈ. ഒലക്കയാണെന്ന്. ഒലക്ക? ആ അതെ, ഒലക്ക തന്നെ. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, അത് നിന്റെയൊക്കെ വംശത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന്. അങ്ങനെ ഒരു ഗർഭം കൊണ്ട് യാദവന്മാര് മുഴുവൻ തമ്മിലടിച്ച് ചത്തു. അല്ല, ഇപ്പൊ എന്തിനാ എന്നോട് ഈ കഥ പറഞ്ഞത്? നല്ല മധുരം. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞില്ലല്ലോ. എന്നോട് എന്തിനാ ഇപ്പൊ ഈ കഥ പറഞ്ഞേന്ന്? ചുമ്മാ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പ്രഗ്നൻസി പീരീഡിൽ കഥ കേൾക്കുന്നത് നല്ലതാണെന്നല്ലേ പറയുന്നത്? അതെ ഹിറ്റ്ലറെ, കഥയൊക്കെ അവിടെ നിക്കട്ടെ. എനിക്ക് ഒരു മസാല ദോശ വാങ്ങിച്ചേരോ? ഈ മാങ്ങ നമ്മുടെ മാവിലെയാണോ അതോ പുറത്തുനിന്ന് വാങ്ങിച്ചാണോ? ദേ ഹിറ്റ്ലറെ, അരി എത്രയാന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ പയറഞ്ഞാഴിന്ന് പറയുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത്ര നല്ലതല്ല കേട്ടോ. അതേ, എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തരുമോ? ഈ മാങ്ങ ഭയങ്കര ചൂടാണെന്നാ പറയുന്നത്. ചൂട് സമയത്ത് കഴിക്കാൻ പാടില്ലത്രേ. പക്ഷെ മാങ്ങ പഴുക്കുന്ന മുഴുവൻ ചൂട് സമയത്താ. എന്ത് ചെയ്യും? കഴിച്ചാലേ പറ്റൂ. അല്ല, മസാല ദോശ കൃഷ്ണിക്കാര, ഗർഭിണിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിലേ അത് വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ദോഷമാ. ആഗ്രഹം നടത്തി തന്നാലോ? കുഞ്ഞിന് സന്തോഷവും. ആര് പറഞ്ഞു ഈ തിയറി? ഏതെങ്കിലും പുസ്തകത്തിൽ ആരെങ്കിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഏത് പുസ്തകത്തിൽ? അത് ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ ഭർത്താവ് പറഞ്ഞിരിക്കേണ്ട 101 കാര്യങ്ങൾ എന്ന പുസ്തകത്തില്. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ ഭർത്താവ് വെറും 101 കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ? ഏത് മണ്ടനാണോ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്? ഇത് നീ തന്നെ സങ്കല്പത്തിൽ എഴുതിയതായിരിക്കും. അല്ല, ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്നേ. അതിലെഴുതിയിട്ടുണ്ടോ ഭാര്യയ്ക്ക് ഭർത്താവ് മസാല ദോശ വാങ്ങിക്കൊടുക്കണമെന്ന്? അത് മാത്രല്ല, ഒരു ഗർഭകാലത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്നാ പിന്നെ ആ ബുക്ക് എഴുതിയതോട് തന്നെ പോയി മസാല ദോശ വാങ്ങിച്ചു തരാൻ പറ. അയ്യേ, മനുഷ്യരാരെങ്കിലും ഇങ്ങനെ പറയോ? എനിക്ക് മസാല ദോശ വാങ്ങിച്ചു തരാൻ ആ ബുക്ക് എഴുതിയ ആളോട് പറയാം? എന്റെ ബേബിയുടെ ഫാദർ അയാളല്ലോ. ഈ നിൽക്കുന്ന കൃഷ്ണക്കാരനല്ലേ? എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്ത്? അല്ല, അത് പിന്നെ ഇതിന്റെ ഡ്രാമയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതിന് കോലം തുള്ളാൻ എന്നെ കിട്ടത്തൂല്ല. അവളുടെ ഒരു മസാല ദോശ.
പറയുന്നത് കേൾക്കുന്നില്ലേ? ഒരു ഭാര്യയുടെ വിശുദ്ധിയെ ഭർത്താവ് സംശയിച്ചാൽ പിന്നെ ആ ഭാര്യ ജീവിച്ചിരിക്കുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളേ? അയ്യോ, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ ഇതിന്റെ മോളിൽ കയറി അപ്പൊ തന്നെ എടുത്ത് ചാടി ചാവേ. എന്താ പോണില്ലേ മുകളിലേക്ക് ചാടാൻ? അവനെ ചാടുമ്പോ ഇവിടുന്ന് ചാടരുത്, ഏറ്റവും മുകളിൽ നിന്ന് വേണം ചാടാൻ. എന്നാലേ ചാവുള്ളൂ, അല്ലെങ്കിൽ കൈയും കാലും ഒടിയുള്ളൂ. എന്താ പോകുന്നില്ലേ? കരച്ചിലും പറച്ചിലുള്ള ചാടാനുള്ള പരിപാടി ഒന്നുമില്ലേ? വേണമെങ്കിൽ ഞാനിവിടെ സഹായിക്കാം. വാ വാ, അല്ല മോളിൽ നിന്ന് ചാടാൻ ഞാൻ സഹായിക്കാന്ന്. വാ 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 ഇങ്ങോട്ട്. സഹായിക്കാം. വാ. നീ എന്തിനാ അമ്മ വിളിക്കുന്നത്? പിന്നല്ലാതെ അമ്മേ, ഓടി വായോ, എന്നെ കൊല്ലാൻ കൊണ്ടുവരാ. ഈ കരച്ചിൽ നേരത്തെ അവര് കണ്ടിരുന്നെങ്കിൽ ഇവൾക്കും കൂടി അവാർഡ് കൊടുത്തേനെ. ഓ അത് ശരി. എടാ കണ്ണ, ഇടിപ്പോ എന്താ പ്രോബ്ലം? എടാ ഒരു മസാല ദോശയല്ലേ? മൈ സൺ, യുവർ ഫാദർ, മൈ ഹസ്ബൻഡ്. ഓ, ഞാൻ നിന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എത്ര മസാല ദോശ എനിക്ക് വാങ്ങിച്ചതെന്ന് അറിയാമോ നിന്റെ അച്ഛൻ? എടാ, എന്നിട്ട് നീ എന്താണ് ഇവക്കൊരു മസാല ദോശ വാങ്ങിച്ചു കൊടുക്കാത്തത്? ഹൊറീബിൾ. ഷെയിം ഷെയിം ഷെയിം. എന്താ? മസാല ദോശ. മസാല ദോശ? ആർക്ക്? ഇവിടുന്ന് ഓർഡർ ചെയ്തു. ആര് ഓർഡർ ചെയ്തു? സാറല്ലേ? ഏയ്, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. നിനക്ക് സ്ഥലം തെറ്റിയതായിരിക്കും. അല്ല, ഇവിടത്തേക്ക് തന്നെ ഓർഡർ ചെയ്തത്. വേണ്ട വേണ്ട, കൊണ്ടുവയ്ക്കൂ. എന്നെങ്കിലും തന്നേക്ക്. വേണ്ട വേണ്ട, കൊണ്ടുവയ്ക്കൂ കൊണ്ടുവയ്ക്കൂ. No, no, no. I am the order. இந்த மசாலா ദോശ ഞാൻ ഓർഡർ ചെയ്ത. നീ അത് ഇങ്ങ കൊടു. ക്യാഷ് ആരംഭിക്കേ കേട്ടാച്ചാ. യു ഗോ. ജാവോ. പോടാ. ശരി. മലയാളിയാ? മലയാളി. അമ്മേ, ജ്യോതി മസാല ദോശ വേണമെന്ന് പറഞ്ഞോ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാനത് തിങ്ക് ചെയ്തു. വിശേഷമുള്ള മരുമകൾക്ക് വിശേഷപ്പെട്ട ഒരു മസാല ദോശ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഒരമ്മയുടെ കടമയാ. യു ഗോ ഗോ. സീരിയലും സിനിമയൊക്കെ കണ്ട ആളുകൾ വഴിതെറ്റുന്നതെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലെ വൃത്തികെട്ട സംഭവങ്ങള് സീരിയലില് പോലും ഇല്ല. നാട്ടിലെ സദാചാരവാദികളുടെ കാപട്യം അല്ലാതെന്താ? അല്ല തരേച്ചി, ആ പെണ്ണ് പ്രസവിക്കുന്നവരെ സ്വന്തം അമ്മ പോലും അറിഞ്ഞില്ലെന്ന് വെച്ചാ? ചില പെണ്ണുങ്ങൾ അങ്ങനെയാ, ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ നല്ല മിടുക്കായിരിക്കും. ഇവളും അതുപോലെ തന്നെ ആണെങ്കിലോ? അത് നടക്കില്ല താരെ. അവളുടെ ഒരു അഭ്യാസവും ഇക്കാര്യത്തിൽ നടക്കില്ല. കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മൾ 3 പേരിങ്ങനെ കാത്തിരിക്കുമ്പോ അവൾക്കൊന്നും ഒളിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ സമ്മതിക്കില്ല. എനിക്കിത് കള്ളത്തരമാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ചുമ്മാ ഓരോന്ന് ആലോചിച്ചു കൂട്ടി വെറുതെ കുഴി പോയി ചാടല്ലേന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്കെന്തായാലും ജ്യോതി പറയുന്നതന്നെ വിശ്വാസം. നീ വിശ്വസിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ ഒരു ദിവസം ഈ കള്ളത്തരം പൊളിയുമ്പോ ആദ്യം അവളെ ചീത്ത വിളിക്കേണ്ടത് നീ ആയിരിക്കണം. എന്താ, പറ്റുമോ നിനക്ക്? തീർച്ചയായും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളുടെ കൂടെയല്ല, നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ഉണ്ടാവും. അവളെ ചീത്ത പറയാം. പക്ഷെ അതുവരെ ഞാൻ ജ്യോതി പറയുന്നതേ വിശ്വസിക്കൂ. എന്റെ അടുത്തുണ്ട്. ഭയങ്കര ഹാപ്പിയാ. ഞങ്ങളും സന്തോഷത്തിലാ പത്മാവതിയമ്മേ. ഓ, പ്രിയമോൾക്കും ജ്യോതിക്കും കുഞ്ഞുങ്ങളാവുന്നതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുമിച്ച് ഒരു ദിവസമേ നമുക്ക് ഗുരുവായൂർ വെച്ചൊക്കെ നടത്തിയാലോ? അങ്ങനെയാണെങ്കിൽ അത് നന്നായേനെ. 2 യാത്രയും ഒഴിവാക്കാം, ഗുരുവായൂരിൽ ഒരാഴ്ച താമസിക്കുകയും ചെയ്യാം. ഇതിൽ പരം ഒരു സന്തോഷം വേറെ എന്തുണ്ട് പത്മാവതിയമ്മേ? മൈ ലിറ്റിൽ കണ്ണന്റെ നടയിൽ നിൽക്കുമ്പോ
നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ എന്റെ ആശാലതേ. ആ പിന്നെ സുധാരൻ നായരെ കാണാൻ പോകുമ്പോ ഈ വിവരം ഒന്ന് പറയണം കേട്ടോ. പറയാം പത്മാവതിയമ്മ. ആ ആ അതെ, 2 ദിവസം കഴിഞ്ഞ് ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ഓ ജ്യോതിമോളോടൊന്ന് പറഞ്ഞേക്കണേ. ഓ യെസ് യെസ്, വെൽക്കം. എന്നാ പിന്നെ വെച്ചേക്കട്ടെ. ശരി. ഗുരുവായൂരപ്പ, എല്ലാം നിന്റെ ഇഷ്ടം. മതി, എനിക്കത് മതി. DKയോട് പക തീർക്കാൻ വന്ന ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിയാതെ വെറുതെ വിഡ്ഢിവേഷം കെട്ടി നിൽക്കുക. പക്ഷേ ഇനി അത് പറ്റില്ല മൂർത്തി. ആ DKക്ക് ഒരു തിരിച്ചടി കൊടുത്തേ പറ്റും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇന്നത്തെ രാത്രി ഒന്ന് പുലർന്നാൽ അമരാവതിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് DKക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിനു മുൻപ് പോലീസും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും നാട്ടുകാരും എല്ലാം കൂടി അവനെ വലിച്ചു കീറും. അതിനുള്ള എല്ലാ പദ്ധതിയും ഒപ്പിച്ചു വെച്ചിട്ടാ ഞാനിപ്പോ വന്നത്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. മൂർത്തി, ഓരോ ദിവസവും വളർന്ന് വളർന്ന് ഒരു മഹാമേരു പോലെ എന്റെ മുന്നിൽ നിൽക്കുക അവൻ. DK, എനിക്കവനെ വെട്ടി വീഴ്ത്തണം. വീഴ്ത്തിയേ പറ്റൂ മൂർത്തി. അതോർത്ത് ടെൻഷൻ. സാർ, എങ്ങനെ സംഭവിച്ചെന്നറിയില്ല. പാർട്ടി തുടങ്ങി 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടായത്. ഭക്ഷണം കഴിച്ചവരും കഴിച്ചുകൊണ്ടിരുന്നവരും ഛർദിക്കുകയും മയങ്ങി വീഴുകയും ചെയ്തു. ആകപ്പാടെ നിലവിളിയും തിക്കും തിരക്കും ബഹളമായി. എനിക്കുറപ്പാ, ഇവിടുന്ന് ഞാൻ നേരിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടാ ഫുഡ് കയറ്റിവിടാൻ പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു? എനിക്കതാ അറിയേണ്ടത്. കൂടെ നിന്ന് ചതിച്ചതാരാ? എനിക്കറിയില്ല സാർ. ഫുഡ് കഴിക്കുന്നിടത്ത് നമ്മുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണോ ഇത് സംഭവിച്ചത്? ചതി പറ്റിയത് ഫുഡ് വിളമ്പുന്ന ഏരിയയില സാർ. അവിടെ CCTVയും ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്ന ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു സാർ. എന്നാൽ അതിലെവിടെയെങ്കിലും കാണും ചതിച്ചവന്റെ മുഖം. അതെല്ലാം പോലീസിന്റെ കസ്റ്റഡിയില. സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ സ്ഥലം പോലീസ് വലയത്തിലെ. ഹലോ, ആര് പറഞ്ഞു? ശരി, താൻ വെച്ചോ. എന്താടോ, എന്തു പറ്റി? സാർ, ഒരാൾ കൂടി മരിച്ചു. ഇനി മറ്റു സ്ഥലങ്ങളിലെ അവസ്ഥ എന്താ? സാർ, 3 സ്ഥലങ്ങളിൽ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. മറ്റ് 2 സ്ഥലത്തും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ കുഴപ്പമുണ്ടായതല്ല, ഉണ്ടാക്കിയതാ. DK റെസ്റ്റോറന്റിലെ 2 ഷെഫുമാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫുഡ് സേഫ്റ്റി ഡയറക്ടറും സെൻട്രൽ സോൺ IG രാമചന്ദ്ര യാദവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഭക്ഷണം കഴിച്ച കൂടുതൽ പേർ ചികിത്സ തേടി വിവിധ ആശുപത്രികളിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയം കാരണമാണ് കൂടുതൽ പേർ ആശുപത്രികളിലേക്ക് എത്തുന്നത്. പാർട്ടിയിൽ ആദ്യത്തെ 1 മണിക്കൂറിനകം ഭക്ഷണം കഴിച്ചവരിൽ ആർക്കും തന്നെ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അതിനുശേഷമാകാം പഴകിയ ഭക്ഷണം വിളമ്പിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഈ സംഭവത്തിൽ ഉടൻ തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, DK റെസ്റ്റോറന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും പോലീസും ചേർന്ന് അടച്ചുപൂട്ടി. ഏട്ടാ, അത് റെസ്റ്റോറന്റിലെ പ്രശ്നങ്ങളൊക്കെ എന്തായി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമുണ്ട് ഹരിപ്രിയ, 2 പേര് മരിച്ചുപോയി.
100ഓളം പേർ ആശുപത്രിയിലുണ്ട്. രാത്രി തന്നെ റെസ്റ്റോറന്റ് ഫുഡ് സേഫ്റ്റിക്കാർ പൂട്ടി സീൽ ചെയ്തു. കണ്ടില്ലേ, സകല പത്രങ്ങളിലും ടിവിയിലും വാർത്ത വന്നു. ആകെ നാണക്കേടായി. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും വരാൻ സാധ്യതയില്ല. ഞാൻ നേരിട്ട് ചെക്ക് ചെയ്തിട്ടാ ഫുഡ് വണ്ടി കയറ്റി വിട്ടത്. അവിടെ ചെന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും നമ്മളെ ചതിച്ചതാണോ? എനിക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെ ആയിക്കൂടൊന്നുമില്ല. എല്ലാവരും തമ്മിലിപ്പോ നല്ല മത്സരമാണല്ലോ. ഒരു മര്യാദയില്ലാത്ത ഈ മത്സരക്കാലത്ത് ഇതും ഇതിലപ്പുറവും സംഭവിക്കാം. റെസ്റ്റോറന്റ് തുറക്കാൻ ഇനി എന്താ ചെയ്യാ? തൽക്കാലം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ റെസ്റ്റോറന്റ് തുറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റോ? ഏയ്, അങ്ങനെയൊന്നും അവസാനിക്കില്ല ഹരിപ്രിയ. ഇതാരോ മനഃപൂർവ്വം പ്ലാൻ ചെയ്തുണ്ടാക്കിയ കേസാ. നിസ്സാര കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത്. എന്നുവെച്ചാ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതെ ഹിറ്റ്ലർ, ഞാനും അമ്മയും കൂടി അമ്പലം വരെ പോവാം. ഇപ്പൊ ആരും ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട. അമ്പലത്തിലല്ലേ പോകുന്നേ, അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമുള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് പോകണ്ടെന്ന്. പറഞ്ഞ അനുസരിക്കാൻ പഠിക്കണം, അല്ലാതെ തന്നിഷ്ടം കാണിക്കല്ല വേണ്ടത്. ഞാൻ ഒരു തന്നിഷ്ടം കാണിച്ചില്ലല്ലോ. ഒന്ന് അമ്പലത്തിൽ കൂടെ ചെല്ലാമോന്ന് അമ്മ ചോദിച്ചു. ഞാൻ കൂടെ ചെല്ലാന്നും പറഞ്ഞു. അതുകൊണ്ടാ വന്ന് ചോദിച്ചേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇന്ന് ഈ വീട്ടിൽ നിന്ന് അമ്മ എങ്ങോട്ടും പോകുന്നില്ല. അമ്മ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ലാന്നോ? അതെന്താ അങ്ങനെ? നിനക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പുറത്ത് ആളുകൾ രോഷാകുലരായി നിൽക്കുക. ജ്യോതി, ഏട്ടൻ പറയുന്നത് ശരിയാ. ഇന്നിനി എങ്ങോട്ടും പോകാതിരിക്കുന്നത് തന്നെയാ നല്ലത്. നമ്മള് മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു പ്രശ്നം വന്നാ അതിനെ നേരിടല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കൊരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മയ്ക്കൊരു പ്രശ്നം വന്നാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അമ്മയ്ക്കൊരു പ്രശ്നം വരാനോ? അതിന് അമ്മയ്ക്കിപ്പോ എന്ത് പ്രശ്നം വരാനാ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഏത് നിമിഷവും പോലീസ് ഇങ്ങോട്ട് വരാം. പക്ഷെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നെയല്ല, അമ്മയാ. അമ്മയോ? അതെ. അമ്മ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഹോട്ടലിന്റെ ലൈസൻസി ഇപ്പോഴും അമ്മയാ. പത്മാവതി അമ്മയെ വിളിക്ക്. അമ്മ ഇവിടെ ഇല്ല. എവിടെ പോയി? ഒരു തീർത്ഥാടനത്തിന് പോയതാ. കൊള്ളാം, താൻ അമ്മയെ മാറ്റി അല്ലേ? കമ്മീഷണറുടെ ആളാന്ന് വെച്ചിട്ടെ ഈ കേസിൽ നിങ്ങളുടെ അഭ്യാസമൊന്നും നടക്കില്ല. പത്മാവതി അമ്മയെ അറസ്റ്റ് ചെയ്യാനാ ഞങ്ങൾ വന്നത്. മരിച്ചത് 2 പേരാണ്. 100ഓളം പേര് ഇപ്പൊ ആശുപത്രിയിലുണ്ട്. പഴകിയ ഭക്ഷണം നൽകി ആളെ കൊന്നിട്ട് പ്രതിയെ രക്ഷപ്പെടുത്തുന്നു. അനാവശ്യം പറയരുത് സർ. ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ നിന്ന് ആർക്കും പഴകിയ ഭക്ഷണം ഒന്നും നൽകിയിട്ടില്ല. എന്നിട്ടാണോ ആളുകൾ മരിച്ചതും ഇത്രയും പ്രശ്നങ്ങളുണ്ടായതും? കാര്യം അറിയാതെ സംസാരിക്കരുത് സർ. ഇന്നലെ രാത്രി നിങ്ങളല്ലേ DK റെസ്റ്റോറന്റ് പരിശോധിച്ചതും അടച്ചുപൂട്ടിയതും? പഴകിയ ഭക്ഷണമോ മറ്റു പ്രോഡക്റ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഞങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അതെല്ലാം ക്ലിയർ ചെയ്തു, അതല്ലേ ശരി? നോ, പഴകിയതൊന്നും ഞങ്ങൾ ആർക്കും നൽകാറില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? സർ, ഞാൻ തന്നെ നേരിട്ട് ക്വാളിറ്റി ചെക്ക് നടത്തിയാണ് ഫുഡ് അയക്കുന്നത്. ഫുഡ് ലൈവ് ചെയ്തതും ഞങ്ങളുടെ സ്റ്റാഫ് തന്നെയാണ്, അതും ചെക്ക് ചെയ്തതാണ്. ഞാനും അന്വേഷിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തന്നെയാണ്. ആരോ ഞങ്ങളുടെ ഫുഡിൽ മനഃപൂർവ്വം വിഷം കലർത്തിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതൊക്കെ ഞങ്ങൾ പോലീസുകാർ അന്വേഷിച്ചോളാം. മിസ്റ്റർ DK, ഹോട്ടലിന്റെ ലൈസൻസി നിങ്ങളുടെ അമ്മയ്ക്കാണ്.
ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. അത് പറ്റില്ല സർ. നിരപരാധിയായ എന്റെ അമ്മയെ ഞാൻ പോലീസിന് വിട്ടുതരില്ല. വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ലൈസൻസി അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് അമ്മ എവിടെയാണെന്ന് പറ. ഞങ്ങൾക്ക് നിയമം നടപ്പിലാക്കിയേ പറ്റൂ. സാറേ, വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ തിരിച്ചു പോകാൻ നോക്കാം. ഞങ്ങൾ നിങ്ങളുടെ അമ്മയും കൊണ്ടേ പോകും. അത് നടക്കില്ല സർ. അമ്മയെ രക്ഷിക്കുക എന്നുള്ളത് ഒരു മകനെന്ന നിലയിൽ എന്റെ കടമയാണ്. ഞാനത് ചെയ്തിരിക്കും. നിങ്ങൾ നിയമത്തെ വെല്ലുവിളിക്കുകയാണ്. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. തൽക്കാലം അത് കഴിയുന്നവരെ സാറുമാരൊന്ന് വെയിറ്റ് ചെയ്യും. ഹലോ. ആ സർ. ഇല്ല സർ, അമ്മയെ അയാൾ മാറ്റി. നോ സർ, ഒന്നും പറഞ്ഞിട്ടില്ല സർ. ഓക്കെ സർ, ചെയ്യാം. കമ്മീഷണർ, തൽക്കാലം തിരിച്ചു പോവാൻ. താൻ അമ്മയെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. അത് സാരമില്ല. ഇന്നല്ലെങ്കിൽ നാളെ DKക്ക് അമ്മയെ ഹാജരാക്കിയേ പറ്റൂ. രണ്ടാളും മരണപ്പെട്ട കേസാ. അങ്ങനെ എളുപ്പത്തിലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. മുൻകൂർ ജാമ്യം പോലും കിട്ടില്ല. തൽക്കാലത്തേക്ക് മാത്രമാണ് ഈ രക്ഷപ്പെടൽ. അവരെ ഹാജരാക്കിയേ പറ്റൂ. കുറച്ചു ദിവസം അവരകത്ത് കിടക്കും. അവന്റെ ഹോട്ടൽ പൂട്ടി, പേരും പ്രശസ്തിയും നശിപ്പിച്ചു. അത് മതി, തൽക്കാലം അത് മതി. അമ്മയായിരുന്നല്ലോ അവന്റെ ജീവൻ. അവരെയും അവന് നാട് കടത്തേണ്ടി വന്നു. പക്ഷെ ഇതുകൊണ്ടും പോരാ. അടുത്ത അടി ഉടനെ കൊടുക്കണം. അതിന് ഒരു മാറ്റവുമില്ല മൂർത്തി. ഈ അടിയിൽ നിന്നും അവൻ തല ഉയർത്തുന്നതിന് മുൻപേ അടുത്ത അടി കൊടുക്കണം. ആശം എടുക്കുന്നില്ല. മായച്ച അവളെ കിട്ടിയോ? ഇല്ല. നീ എല്ലായിടത്തും നോക്കിയോ? ഞാൻ ഈ വീട് മുഴുവൻ അരിച്ചു പറക്കി. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് ചത്ത് ജീവിക്കുക. അതിനിടയിൽ ഇവളുടെ ഈ അഹങ്കാരം കൂടി സഹിക്കണം. വീടിനകത്തും പുറത്തും ഇത്രയും ബഹളം നടക്കുന്ന ഈ സമയത്ത് തന്നെ അവൾക്ക് തന്നിഷ്ടം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? DKയുടെ ഫോണും ബിസിയാ. ഇനി എന്തെങ്കിലും സംഭവിച്ച ചോദിക്കുന്നവരോട് നമ്മൾ എന്ത് പറയും മായച്ചി? ഇതിപ്പോ നമ്മളായിട്ട് ചെയ്തതൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് പറയാനാ? എന്റെ മായച്ചി, എനിക്കാകെ പേടിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. നീ എന്നെയും കൂടെ വട്ടാക്കരുത്. മായച്ചി, DK ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവിടെ കയറി വന്നിരിക്കാൻ? രണ്ടുപേരുടെ ജീവനാ ഇല്ലാതായത്. ഇവിടെ വെറുതെ വിടരുത്. നിങ്ങളൊന്ന് അടങ്ങ്. ആ കുട്ടിയൊന്ന് പറയട്ടെ. ഇവരെന്ത് പറയാനാ? മരിച്ചുപോയവരുടെ ജീവൻ തിരിച്ചു കിട്ടോ? എന്നെ കൊന്ന മരിച്ചുപോയവരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടോ? നിങ്ങൾക്ക് എന്നെ കൊല്ലാണോ വേണ്ടത്? അതോ ഇപ്പോഴുണ്ടായ ഈ പ്രശ്നത്തിന് പരിഹാരമാണോ വേണ്ടത്? നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കണ്ട. കാര്യങ്ങളൊക്കെ പോലീസ് നോക്കിക്കോളും. ഇതിന് ഉത്തരവാദികളായവരെല്ലാം ജയിലിൽ കയറും. നോക്കിക്കോ. അത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. ഇത് ചെയ്തവരാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളും ഉണ്ടാവും. DK റെസ്റ്റോറന്റിൽ നിന്നും ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ ഭർത്താവ് തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാ ഫുഡ് കയറ്റിവിട്ടത്. ഫുഡ് സപ്ലൈ ചെയ്ത സ്ഥലത്താ ചതി നടന്നത്. ആര് പറഞ്ഞു? എന്താണ് അതിന് തെളിവ്? തെളിവുണ്ട് സർ. ഞാൻ ഇനി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഈ പാർട്ടി അടക്കം
3 സ്ഥലങ്ങളിലാ അന്ന് DK റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റു 2 സ്ഥലങ്ങളിലും കൂടി ഒരു 500ഓളം പേരാ ഫുഡ് കഴിച്ചിട്ടുള്ളത്. അവിടെ ആർക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പിന്നെങ്ങനെയാ ഇവിടെ മാത്രം ഒരു ദുരന്തം ഉണ്ടായത്? DK റെസ്റ്റോറന്റ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. വളരെ കണിശക്കാരനാണ് ഈ കുട്ടിയുടെ ഭർത്താവ് DK. ഫുഡിന്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും നടത്താറില്ല. ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. കൊച്ചു പോവാൻ നോക്ക്. ഇവിടെ ആർക്കും ഒരു കോംപ്രമൈസും വേണ്ട. നിർത്തൂ. വല്ല 10ഓ 20ഓ ആണെങ്കിൽ സാരമില്ലായിരുന്നു. ഇതിപ്പോ 50 ലക്ഷം രൂപയല്ലേ? അത് വളരെ കൂടുതലാ. അവർക്ക് സമ്മതിച്ചെത്ര പണം ഞാൻ കൊടുക്കാം. എനിക്ക് പണമല്ല, എന്റെ അമ്മയാ വലുത്. ഹിറ്റ്ലറെ, ഞാൻ അവരോട് സംസാരിച്ചതാ. വളരെ പാവങ്ങൾ അവര്. ഒരാൾ ഡ്രൈവറായിരുന്നു, മറ്റൊരാളൊരു കൽപ്പണിക്കാരനും. 2 കുടുംബത്തിന് അടുത്തറയാ ഇല്ലാതായത്. ഇരുട്ടിൽ നിൽക്കുന്ന അവരെ രക്ഷിച്ച അവരീ കേസില് അമ്മയ്ക്കെതിരെ ഒന്നും ചെയ്യില്ല, ഉറപ്പാ. ജ്യോതി പറഞ്ഞത് കേട്ടില്ലേ ഏട്ടാ? അതിന് ജ്യോതിക്ക് താങ്ക്സ് പറയല്ലേ വേണ്ടേ? താങ്ക്സ്. ഹരിപ്രിയ, ഹരിപ്രിയ എന്നാ തിരിച്ചു പോകുന്നത്? അല്ല, ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാനങ്ങനെ പോകുന്ന തീയതിയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തേ, ഞാനിവിടെ നിൽക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാ ചില ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയില്ല. ഞാനോ? ഞാൻ എന്ത് ബുദ്ധിമുട്ടാ നിങ്ങൾക്ക് ഉണ്ടാക്കിയേ? സ്നേഹത്തോട് മാത്രമല്ലേ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും പെരുമാറിയിട്ടുള്ളൂ. ഞങ്ങൾ ഹരിപ്രിയോട് പെരുമാറിയത് സ്നേഹത്തോടെ തന്നെയാ. പക്ഷേ ഹരിപ്രിയ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പാര പണിയുന്നത് നല്ലതല്ല. ഞാൻ എന്ത് ചെയ്തു പറയുന്നേ? ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ജ്യോതിയെ മാത്രം പുകഴ്ത്തി പറഞ്ഞത് ശരിയായില്ല. ഓ, അതാണോ? അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിലിപ്പോ എന്താ തെറ്റ്? അതില് തെറ്റില്ലേ? അതിലൊരു തെറ്റുമില്ല. ഹരിപ്രിയ വിചാരിക്കുന്ന പോലെ അല്ല ജ്യോതിയുടെ മനസ്സിലിരിപ്പ്. ആരോടും, അതായത് DKയോട് പോലും ആലോചിക്കാതെ പോയി 50 ലക്ഷം രൂപയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞത് ശരിയാണോ? ചില കാര്യങ്ങൾ അങ്ങനെയുമായേ. അപ്പൊ ജ്യോതി അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ ജയിലിലായേനെ. അതായിരുന്നു നിങ്ങൾക്ക് വേണ്ടത്? ഒരിക്കലും അല്ല. പക്ഷേ ഒരു പക്ഷേയില്ല. ജ്യോതി ചെയ്ത കാര്യം നിങ്ങൾക്ക് എന്തേ ചെയ്യാൻ തോന്നിയില്ല? നിങ്ങളായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെയും പുകഴ്ത്തുമായിരുന്നല്ലോ. താരെ, നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? എന്നാലും ആ ഹരിപ്രിയ എങ്ങനെ ജ്യോതിയുടെ പക്ഷം ചേരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവള് പക്ഷം ചേർന്നൊന്നും അല്ലല്ലോ. ജ്യോതി ചെയ്തത് ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അതത്ര നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മളാ പോയിരുന്നെങ്കിൽ വെറും 10 ലക്ഷം രൂപ വെച്ച് എല്ലാം സെറ്റിലാക്കിയേനെ. ഇതിപ്പോ 50 ലക്ഷം പോയില്ലേ? കൊള്ളാം. പോവാൻ പറ്റിയ പാർട്ടികളാ രണ്ടുപേരും. അവിടെ പോയി ഇങ്ങനെ വല്ല സംസാരിക്കേണ്ടി വന്നിരുന്നെങ്കിലേ രണ്ടിന്റെ മുട്ടിടിച്ചേനെ. ഇതിപ്പോ ജ്യോതി ആയതുകൊണ്ട് അവരോട് സംസാരിച്ചു, കാര്യങ്ങള് രമ്യതയിലെത്തിച്ചു, കേസും പിൻവലിപ്പിച്ചു. എന്നിട്ടെന്താ 50 ലക്ഷം രൂപ കൊടുത്തില്ലേ? കൊടുത്തില്ലല്ലോ, കൊടുക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് 50 ലക്ഷം എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ലോ. എടി, നീ അത് വിട്. 50 ലക്ഷം കൊടുത്താലും പ്രശ്നം തീരുമല്ലോ.
2 ജീവനുകളുടെ വിലയാ ഈ 50 ലക്ഷം. ആശുപത്രി കിടക്കുന്നവര് ഇനിയുണ്ട്. അവളുടെ എടുത്തുചാട്ടത്തിനായി ഇത്രയും കൊടുക്കേണ്ടി വന്നത്. എന്നിട്ടെന്തേ നിങ്ങളാരും പോവാതിരുന്നത്? ഇത് തന്നെ നേരത്തെ ഹരിപ്രിയൻ ചോദിച്ചത്. നീയും അവളുടെ പക്ഷത്താണോ? ഞാൻ ആരുടെയും പക്ഷത്തല്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ കൊണ്ടൊക്കെ അവിടെ പോവാനോ അവരെയൊക്കെ വിളിച്ചുകൂട്ടി പ്രശ്നം സംസാരിച്ച് പരിഹരിക്കാനോ കഴിയോ? ഇല്ലല്ലോ. പക്ഷേ ജ്യോതി അത് ചെയ്തു. അത് അവളുടെ മിടുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ അവഗണിക്കാം, പക്ഷെ ഉള്ളിലെങ്കിലും അവളെ അഭിനന്ദിക്കണം. ഈ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിച്ചതിന്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അവളുടെ കുഞ്ഞിന്റെ ജാതകം നല്ല ബെസ്റ്റ് ജാതകമാ. ചിലപ്പോ ആ കുഞ്ഞിന്റെ ജാതകം കാരണമാണ് ഈ പ്രശ്നം സോൾവ് ആയതെങ്കിലോ? വിധി അങ്ങനെയാണെങ്കിലോ? കുശുമ്പ് ഗുന്നാൻമേ മൂത്ത് നിങ്ങൾ ഇല്ലാതാക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. മായച്ചി, ഇവളല്ലെങ്കിലും കാലുവാരിയ. ഇവളെ അല്ലെങ്കിലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇന്ന് നമ്മുടെ കൂടെ ആണെങ്കിൽ നാളെ ജ്യോതിയുടെ കൂടെ, മറ്റന്നാ വീണ്ടും നമ്മുടെ കൂടെ. കാലുവാരി. ആര് കാല് മാറിയാലും നമുക്ക് പ്രശ്നമില്ല, നമ്മള് കാല് മാറില്ല. അവൾ ഇതിൽ കമ്മീഷൻ അടിച്ചിട്ടുണ്ടോ മായച്ചി? കമ്മീഷനോ? നീ എന്താടി പറയുന്നേ? 50 ലക്ഷം രൂപയല്ലേ കൊടുത്തത്? അതേന്ന് ഒരു 5 വലിച്ച അവൾക്ക് എന്താ പൊളിക്കോ? അനാവശ്യം പറയല്ലേ താരെ. ജ്യോതിയോട് നമുക്ക് എതിർപ്പുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവള് ചെയ്യില്ല. ഓഹോ, ഇപ്പൊ മായച്ചി അവളുടെ പക്ഷത്തായോ? ഞാൻ ആരുടെയും പക്ഷത്തല്ല, പക്ഷേ ചില കാര്യങ്ങളിലെങ്കിലും അവള് പറയുന്നതിനെ അംഗീകരിച്ചേ പറ്റൂ. അതുപോലൊന്നാ ഇതും. പക്ഷേ ഇനി അമ്മ വന്നിറങ്ങുന്നത് മുതല് മരുമകളുടെ വീരസ്യം പ്രസംഗിച്ചു തുടങ്ങും. എനിക്കതാ സഹിക്കാത്തത്. എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ ജ്യോതിയെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്താ ഇത്ര ആലോചിക്കാൻ? DKക്ക് മാത്രമല്ല, അമരാവതിക്കും ചേർന്ന പെണ്ണ് തന്നെയാ ജ്യോതി, അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. നിന്നെ പോലെ വരുമോ ജ്യോതി? പകരക്കാരി എന്നും പകരക്കാരി തന്നെയാ. അല്ല കമലേച്ചി, ജ്യോതി പകരക്കാരിയാണെന്ന് ആർക്കും ഇപ്പം തോന്നില്ല. DKക്ക് പോലും. അമ്മയുടെ സന്തോഷം കണ്ടില്ലേ? ഈ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ ആനന്ദം കണ്ടില്ലേ? നീ വേണ്ടെന്ന് വെച്ച സ്ഥാനമാണത്. അതെന്തുകൊണ്ടാന്ന് കമലേച്ചിക്ക് അറിയില്ലേ? അറിയാം. അതുകൊണ്ട് തന്നെയാ ഞാനൊന്നും പറയാത്തത്. എന്റെ DKയുടെ കുഞ്ഞ്. എനിക്ക് ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ ഭാഗ്യമുണ്ടാവും കമലേച്ചി. ഇങ്ങോട്ട് വരുമ്പോ ഇല്ലാത്ത പലതും എന്നിവിടെ പിടിച്ചു നിർത്തുന്ന പോലെ. അതൊക്കെ വേണോ മോളെ? പേടിക്കണ്ട കമലേജി, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്റെ വയറ്റില് ജനിക്കേണ്ട കുഞ്ഞല്ലേ, ഞാനും ഒരു അമ്മയുടെ സ്ഥാനത്തല്ലേ. മോളെ, അമിതമായിട്ട് ഒന്നും ആഗ്രഹിക്കരുത്. എന്നാൽ നല്ല രസമായിരുന്നു ചായ. എനിക്കൊന്നും വേണ്ട, ഞാൻ വൊമിറ്റ് ചെയ്യും. എനിക്കിപ്പോ ചായയുടെ മണമൊന്നും തീരെ പിടിക്കുന്നില്ല അമ്മായി. കേട്ടോ അമ്മായി, വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയവര് ജ്യോതിയെ തള്ളി നിലത്തിട്ടു. ദേഹം ഹേമം തട്ടിയിരിക്കുക. ആയുർവേദ കഷായം എന്തെങ്കിലും കുടിപ്പിക്കണം. ഹേമം തട്ടിയെങ്കിൽ ആയുർവേദം തന്നെ മതി. അമ്മായി, എനിക്ക് പണ്ടൊരു ഹേമം തട്ടിയപ്പോ വൈദ്യരൊരു കഷായം തന്നു. ഗുൽഗുൽ തിക കഷായം. എന്താ മോൾ അവിടെ ഇരിക്കുക, പതുക്കെ ഇങ്ങനെ ചാടി എഴുന്നേക്കാമോ? പതുക്കെ. എന്തോന്നാ പറഞ്ഞേ? ഗുൽഗുൽ തിക കഷായം. ഞാനും അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കി മായേ, നീ അത് കുറച്ച് വാങ്ങി ജ്യോതിമോക്ക് കൊടുക്ക. അയ്യോ, എനിക്ക് ആ കഷായം വേണ്ട. കഷായം കുടിച്ചാലേ ഞാൻ ഭയങ്കര ഛർദിലായിരിക്കും. അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. നീ ആ കഷായം കുടിച്ചേ പറ്റൂ, അല്ലെങ്കിലേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാ അതിന് ദോഷം പറ്റുന്നത്. ആ മായേ, നീ അതിനുള്ള ഏർപ്പാടുണ്ടാക്ക. അയ്യോ, അല്ല എനിക്ക് വേണ്ടായിരുന്നു.
ഗുൽഗുൽ തിക കഷായം. നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാവടി ആ അമ്മായി അമ്മ.